ക്രിസ്തുമസിന് ഒരുക്കമായിട്ടുള്ള ആഗമന കാലത്തിലെ ഞായറാഴ്ചകളിൽ ശക്തമായി കേൾക്കുന്ന ഒരു പേരാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ്റേത്. നമുക്കറിയാം, പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകന്മാരാണ് എസക്കിയേലും മലാഖിയുമൊക്കെ. അവർക്ക് ശേഷം നീണ്ട വർഷങ്ങൾ ഇസ്രായേലിൽ പ്രവാചകന്മാർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇസ്രായേൽ ജനം വർഷങ്ങളായി ഒരു പ്രവാചകന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ ജനിക്കുന്നത്. വിശുദ്ധ സ്നാപക യോഹന്നാനെ എല്ലാവരും ശ്രവിക്കുമ്പോഴും ആദരിക്കുമ്പോഴും അവൻ പറയുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന്. ക്രിസ്തുവാണ് ഇസ്രായേൽ ജനം മുഴുവൻ കാത്തിരുന്ന രക്ഷകൻ എന്ന് സ്നാപക യോഹന്നാൻ പറയുകയാണ്. സ്നാപക യോഹന്നാൻ സ്നാനം കൊടുത്തിരുന്നത് ജോർദാൻ നദിക്കരയിലായിരുന്നു. ജോർദാൻ നദിയുടെ പ്രത്യേകത ഇതാണ്: വർഷങ്ങൾ നീണ്ട ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പാട് അവസാനിച്ചത് ജോർദാൻ നദിക്കരയിലാണ്. ഇപ്പോൾ ഇതാ ജോർദാൻ നദിക്കരയിൽ ഒരു രണ്ടാം പുറപ്പാട്, ഒരു സെക്കൻഡ് എക്സോഡസ് തുടങ്ങുകയാണ്. സുവിശേഷ ഭാഗത്തിൽ നാം കാണുന്നുണ്ട്, സമൂഹത്തിലെ 3 തലങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ, അതായത് ചുങ്കക്കാർ, പടയാളികൾ, സാധാരണക്കാർ, ഇവർ സ്നാപക യോഹന്നാനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? 3 കൂട്ടർക്കും സ്നാപക യോഹന്നാൻ കൊടുക്കുന്ന മറുപടിയുടെ സാരാംശം ഇതാണ്: അപരനെ സഹായിക്കുക, അവനോട് കരുണ കാണിക്കുക. അപ്പോൾ ഈ ആഗമന കാലത്തിൽ അപരൻ്റെ കണ്ണിലെ കനലും ചങ്കിലെ നീറ്റലും തിരിച്ചറിഞ്ഞ് അവനെ മാറോട് ചേർത്ത് പിടിക്കാൻ നമുക്ക്. ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ.